ഇപ്പോൾ ഷാജോണും ഷിബൊക്കെ ആണെങ്കിൽ അതിന് ഞങ്ങളുടെ ജൂനിയേഴ്സാണ്. ജൂനിയറായിട്ടാണ് വന്നതെങ്കിൽ പോലും പെർഫോമൻസ് സീനിയേഴ്സിൻ്റെ ആണ്. കോട്ടയത്ത് നിന്ന് കുറേ എണ്ണം ഇറങ്ങിയിട്ട് അവിടെ വന്നിട്ട് എറണാകുളത്ത് നിന്ന് പോയിരിക്കുന്നു. എറണാകുളത്ത് അവസാനം ഇവർ എന്നെ ഫ്ലാറ്റ് വായിക്കുന്നു, വീട് വായിക്കുന്നു. ഈ കുച്ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, ചീക്കുച്ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു. പക്ഷെ ഇത് ദിലീപേട്ടന് പറ്റിയ സബ്ജക്റ്റ് അല്ല. ഇക്കത് കേട്ടു നോക്കിയിട്ട് കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞതൊന്നും കുഴപ്പമില്ല, കാരണം നമുക്ക് കേട്ടു നോക്കാം. അങ്ങനെയാണ് കേട്ടു നോക്കിയിട്ട് അതൊരു 3 പേരില്ല. അപ്പോൾ ബിബിനും വിഷ്ണു അവരൊക്കെ തന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ആ ഒരു ധാരണ മാറ്റി വെച്ചിട്ട് നേരെ വേറെ 3 ഹീറോസിലേക്ക് പോകാം. ഈ പ്രായത്തിലൊന്നും പിള്ളേർ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചായിരുന്നോ? പോയി കഴിക്കണം. ജനങ്ങള് നമ്മളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തമാശയായിട്ട്. അതിപ്പോ ഞാൻ പോയിട്ട് ബിഗ് ബി പോലത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ മോനെ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അതിനിപ്പോ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, അത് വിട്ടേക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്ന് ഞാൻ കരഞ്ഞ്. കാരണം അന്ന് സ്റ്റുഡിയോയിലും വന്ന ആർട്ടിസ്റ്റുകൾ പ്ലേ ചെയ്യാൻ വന്നവർക്കൊക്കെ പൈസ കൊടുക്കണം, കോൾ ഷീറ്റ് അല്ലേ. മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ കൊതിയോടത് ഓടിയെടുത്ത് ഉപ്പ് പുരട്ടിയിട്ടൊന്നു കടിക്കുവാൻ കൊതിയൊന്നില്ലേ ഇന്നും. സാധാരണ നമ്മുടെ കൂട്ടത്തില് എയറിൽ പോണ ആള് ടിനി ടോമാണ്. പക്ഷെ ഇത് ബൈജുവിന്റെ ശബ്ദമല്ലേ എന്ന് തോന്നി തുടങ്ങുന്നൊരു സമയമുണ്ടല്ലോ. ബൈചേട്ടനൊക്കെ ശബ്ദം ഭയങ്കര പോപ്പുലർ ആയതിനു ശേഷം ഞാനത് നിർത്തി. മമ്മൂക്ക ഗ്ലാമറായതും മോഹൻലാൽ സൂപ്പറായതും അതെന്തുവാ നീ അലുവാ. അപ്പോഴാണ് ഷിയാസ് പൂക്കുട്ടിക്കോസ് കറി കിട്ടുവാൻ കാരണം ഞമ്മടെ ഈ അലുവ. അവൻ ചായ കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കും. ഞാൻ ഡയറക്ടറാണ് പടത്തിന്റെ. പക്ഷെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് മോനെ ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ ഈ ചായ കുടിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് അവൻ സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ട് ചെയ്ത ആൾക്ക് ഡയറക്ടർക്ക് അപ്പൊ തന്നെ വിവരം അറിയാം, 1-2 മണിക്കൂറിനുള്ളിൽ. പിന്നെ അനിയ ഇയാള് വൃത്തികെട്ടവനാണോ ഡീസന്റ് ആണോ പറ്റിക്കലുള്ള ആളാണ്, അതൊക്കെ പറയുമ്പോ പുള്ളി വേറെ ആ പുരികത്തിന്റെ മുകളില് അനിയ 2 വരത് ഇവിടെ വരച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ലെജൻഡ്. അതാണ് ലെജൻഡ്. നമ്മുടെ സ്റ്റുഡിയോയില് നമ്മുടെ പ്രിയപ്പെട്ട ആ താരം നിറപുഞ്ചിരിയോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം ഒരു മിമിക്രി താരമാണ്, നമുക്കറിയാം. പാരഡി രചയിതാവാണ്, പ്രസന്ററാണ്, നടനാണ്, രചയിതാവാണ്, സംഗീത സംവിധായകനാണ്. കൂടാതെ പുട്ടിന്റെ വൈവിധ്യം സമ്മാനിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ദേ പുട്ടിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. ദേ പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന 2 സുഹൃത്തുക്കളുടെ പേരുകളുണ്ട്. ദിലീപ്, നാദിർഷയ്ക്കാണ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത്. നമ്മളിങ്ങനെ പാരഡിയെ കുറിച്ച് പറഞ്ഞപ്പോ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചറിയാനുണ്ട്. നാദിർഷയ്ക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ലൈവ് എഫ് എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എനിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ എന്താ പറയാ നന്ദി. ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു നാദിർഷയ്ക്ക്. വളരെ ബിസിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെയൊന്നല്ല, ഇതിപ്പോ നമ്മള് ദേപുട്ടിന്റെ ഉദ്ഘാടനത്തിന് വന്നല്ലോ. ദിലീപ് ഞാനുണ്ട്. ദിലീപ് ഇന്നലെ പോയി, ഞാൻ ഇപ്പൊ നാളെ ഞാൻ ട്രാവൽ ചെയ്യുള്ളൂ. അപ്പൊ അത് കാരണം ഞാനിങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ കണ്ടപ്പോ പറഞ്ഞല്ലോ ഞാൻ വരാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ വാക്ക് വലിക്കാന്ന് പറയുന്നത് വെരി ഗുഡ്. എന്താണെങ്കിലും അത് ഫൈനലി ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ ലൈവ് എഫ് എം സ്റ്റുഡിയോസിലെ നാദിർഷക്കാനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോ ദേപുട്ടിന്റെ വിശേഷത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. അങ്ങനെ ബഹ്റൈനില് ദേപുട്ട് വന്നിരിക്കുന്നു. എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്? ദേപുട്ടിന് നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ കണ്ടല്ലോ, ബഹ്റൈൻ സ്തംഭിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അത് ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. കാരണം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ്. ഇപ്പോഴും ഞാനിപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞാനും മനോജ് കെ ജയനും ഒക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ, കാരണം എല്ലാ നേരത്തും ഭക്ഷണം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും അറിയണ്ടേ. വളരെയധികം ടേസ്റ്റ്. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞോളൂ, എൻ്റെ അനീഷ്, നമ്മുടെ എൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന അനീഷ് പാർവതി, ഷാജറിന്റെ മക്കള്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞോളൂ, ഗംഭീര ബിരിയാണി ആയിരുന്നു. ഇന്നിപ്പോ ഞാൻ ഉച്ചക്കൊക്കെ കഴിച്ചതൊക്കെ അസാധ്യ. കാരണം നമ്മൾ അവിടുന്ന് നാട്ടിൽ നിന്ന് കഴിച്ചല്ലേ. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഗംഭീരമായിട്ട് എനിക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്ത് ഞാൻ തുറന്നു പറഞ്ഞു. കൊള്ളൂലേ നമ്മൾ കൊള്ളൂലെന്ന് പറയുമായിരുന്നു. പക്ഷെ കാരണം ഇത് നമ്മളുടെ തിരുത്തലുകൾ ആവശ്യമുള്ള സമയം നമ്മൾ തന്നെ ഏറ്റവും ഗംഭീരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
നന്നായി മാത്രം നന്നായി എന്ന് പറയുള്ളൂ, നല്ലായിരുന്നു. അത് തന്നെയല്ല, ദേപുട്ട് വരുന്നു എന്നൊരു 4-5 മാസം മുൻപേ ബഹ്റൈനിലെ ഒരു സംസാരമായിരുന്നു. അന്ന് മുതൽ സംസാരിച്ചു തുടങ്ങി എല്ലാവരും. ദിലീപേട്ടന്റെ നാദിർഷയുടെയും ദേപുട്ട് ബഹ്റൈനിൽ വരുന്നു എന്നുള്ള കാര്യം. ഈ ഉമലസ് എന്ന് പറയുമ്പോൾ ഞങ്ങള് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞതുപോലെ നല്ലൊരു ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നേരെ പോകുന്നത് ഉമലസിലേക്ക്. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഒരു പുതിയ സ്ഥലം കൂടിയാണ് ദേപുട്ട്. അല്ല, ദേപുട്ടിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഒരു ടീ സെക്ഷൻ ഉണ്ടാവും. ദേപുട്ടിലും അങ്ങനെ ഒരു ടീ സെക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ വെറും ഫൈൻ ഡൈൻ മാത്രമേ ഉള്ളൂ? അല്ല, ദേപുട്ടിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, പുട്ട് മാത്രമല്ല, 100-100 ചിലാൻ ടൈപ്പ് വെറൈറ്റി പുട്ടുകൾ ഉണ്ട്. അതെല്ലാം നമ്മുടെ എല്ലാ ബ്രാഞ്ചിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ബിരിയാണി, ഞാനിപ്പോ പറഞ്ഞില്ലേ, ബിരിയാണി ആണെങ്കിലും മറ്റു ഡിഷസ് ഉണ്ട്. പത്തിരി, ഇടിയപ്പം, അങ്ങനെയുള്ള ഫ്രൈഡ് റൈസ് തൊട്ട് എല്ലാ ചൈനീസ് ഐറ്റംസ് എന്ത് വേണം. അതായത് നമ്മളുടെ റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫാമിലി ആയിട്ട് കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ തിന്നുമ്പോൾ ചിലപ്പോൾ പുട്ടൊക്കെ കഴിക്കാൻ പാടാം. അവർ പറയും, അയ്യോ എനിക്ക് പുട്ട് വേണ്ട, എനിക്ക് ഫ്രൈഡ് റൈസ് മതി, പൊറോട്ട മതി എന്ന് പറഞ്ഞാൽ ഫാമിലി ഉൾപ്പെടെ ഇറങ്ങി പോകും. അതുകൊണ്ട് അതും ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്, എന്ത് ചോദിച്ചാലും കൊടുക്കും. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കേട്ടല്ലോ, പുട്ട് മാത്രമല്ല എന്തും. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച നേരെ നാദിർഷ വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ നൂറിന്റെ മനസ്സിലൊരു ചെറിയൊരു സംശയം, എന്തുകൊണ്ട് നാദിർഷ ഇപ്പൊ മിമിക്രി ചെയ്യുന്നില്ല? അപ്പൊ ഞങ്ങൾ ബൈജുവിന്റെ കാര്യം പറഞ്ഞിരുന്നു. ജയറാമേട്ടൻ ഞാൻ പഠിച്ചത് നാദിർഷയുടെ കയ്യിൽ നിന്നാണ്. ഞാൻ നൂറിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കാര്യം ഞങ്ങളൊക്കെ മിമിക്രിയിലേക്ക് വരുന്നത് നിങ്ങളെ കണ്ടിട്ടൊക്കെയാണ്. അല്ല, വേറെ കാര്യം, ഞാൻ മിമിക്രിയിലേക്ക് വരുന്നത് എന്റെ 16ാമത്തെ വയസ്സിലാണ്. അപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ്, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് മിമിക്രിയിലേക്ക് വരുന്നത്. പക്ഷെ വന്ന് 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു അത്യാവശ്യം പ്രൊഫഷണൽ ട്രൂപ്പുകളിൽ കളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. കൊച്ചിൻ ഓസ്കാർ, കൊച്ചിൻ സാഗർ, അങ്ങനെ പറയുന്ന ട്രൂപ്പുകളിലൂടെ. പിന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന അബി, ദിലീപ്, ഷിയാസ്, എനിക്കവിടെ അങ്ങനെ ഒരു ബാച്ച് ഉള്ളതിൻ്റെ പേരിൽ ആ ഒരു ബാച്ച് വെച്ചിട്ടാണ്. പിന്നെ ആദ്യം കൊച്ചിൻ ഓസ്കാർ എന്ന് പറഞ്ഞാൽ ആലപ്പി സജീവ്, പിന്നെ സണ്ണി മൈകണ്ഠം, മുഴൂർ തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മുടെ വാഴക്കുളം ആന്റണി, മ്യൂസിക്കൊക്കെ കംപ്ലീറ്റ്, അവനൊക്കെ ലെജൻഡായിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് അബിയൊക്കെ ആയിട്ട് ഞങ്ങൾ കൊച്ചിൻ സാഗർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറേ മിമിക്രി കലാകാരന്മാർ നമ്മൾ കണ്ടും ഒരുമിച്ച് യാത്ര ചെയ്ത് വളർന്ന ഒരു ഇത് നമുക്ക് ആ ഭാഗ്യം ലഭിച്ചതാണ് ആ സമയത്ത്. ഒത്തിരി കഴിവുള്ള കലാകാരന്മാരാണ് നമ്മളുടെ. ഇപ്പോൾ ഷാജോണും ഷിബൊക്കെ ആണെങ്കിൽ അതിന് ഞങ്ങളുടെ ജൂനിയേഴ്സാണ്. ഇപ്പോൾ അത് പക്ഷെ ജൂനിയറായിട്ടാണ് വന്നതെങ്കിൽ പോലും പെർഫോമൻസ് സീനിയേഴ്സിന്റെ ആണ്. അതെ, അപ്പൊ നമ്മളൊന്ന് സൈഡായി. അപ്പൊ ഇവന്മാര് കയറി ഇത്രയും കയറുന്ന കലക്കുമ്പോ കോട്ടയം നസീർ, ഷാജുൻ, കോട്ടയത്ത് നിന്നൊരു ബറ്റാലിയൻ അവിടെ നിന്ന് പോരണേ കുറ്റി മുറിച്ചപ്പോ നമ്മള് എറണാകുളത്ത് വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല, എറണാകുളത്തുകാരുടെ മാത്രമാണ് മിമിക്രി കുത്തക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് കോട്ടയത്ത് നിന്ന് കുറെ എണ്ണം ഇറങ്ങിയിട്ട് അവിടെ വന്നിട്ട് എറണാകുളത്ത് നിന്ന് പോയിരിക്കുന്നു. എറണാകുളത്ത് അവസാനം ഇവര് തന്നെ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു, വീട് വാങ്ങിക്കുന്നു, ഇവിടെ സ്ഥിരതാമസമാക്കി. കോട്ടയം കുണ്ടകളാണല്ലേ. ആദ്യ പാരഡി പാട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ഒരു 4 പാടിയായിരുന്നു. അത് കറക്റ്റ് നാഷിക കേട്ടിരുന്നു, അത് വരികൾ കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ അവിടുന്ന് വണ്ടിയിൽ ഇപ്പൊ ഞാനും അനീഷ കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടിയുടെ അകത്ത് ഇത് വെച്ച് റേഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ റേഡിയോയിൽ കേട്ട് മറ്റേ എന്റെ ആദ്യത്തെ പാരഡിയാണത്, വീട്ടിക്ക് വാസപ്പടി, ചീക്കു ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പോയി പിടിച്ചു എന്ന് പറഞ്ഞത്. നമ്മുടെ ജോർജിന്റെ ഫാദറിന്റെ പേരാണ് ചീക്കുന്ന്. അപ്പൊ എന്നെ മിമിക്രിയിൽ കൊണ്ടുവന്ന ആൾക്കാരിൽ ഒരാൾ ജോർജും രമേശും കുറുമശ്ശേരി. ആ ജോർജിന്റെ അപ്പനിട്ട് തന്നെ ആദ്യം താങ്ങിയിട്ടാണ് പാരഡി രചന കുറിച്ചത്. ഗുരുത്വം അല്ല, അത് പെർമിഷനോട് കൂടിയാട്ടോ. അത്രയും, അതായത് ഞാനിത് പറയാൻ കാരണം പറയാം, അത്രയും ഫ്രീഡം സുഹൃത്തുക്കൾ തമ്മിലുണ്ട്. അതായത് അവന്റെ അപ്പച്ചന്റെ പേര് ചീക്കുച്ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പിടിച്ചു. അവന്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടിയിലാണ് പാടിയത്. പോയ ട്രൂപ്പിന്റെ വണ്ടിയിൽ പാടിയപ്പോഴാണ് അബി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കിത് കാസറ്റ് ആക്കാന്ന്. അപ്പൊ ജോർജിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പാട്ട് എഴുതി. അങ്ങനെ ആ എഴുതിയ പാട്ടുകളൊക്കെ കൂടി നമ്മൾ കാസറ്റ് ആക്കി. അത് വന്നപ്പോൾ ആർക്കും വേണ്ടായിരുന്നു ആദ്യം. അതിന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനൊന്നും ആളുണ്ടായില്ല. ഇത് ആരെ എഴുതിയെന്ന് നോക്കുമ്പോൾ ആദർശമാണ്, അത് പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോൾ അപ്പൊ അവർക്ക് വേണ്ട. കാരണം വീടിരായപ്പൻ ചേട്ടനും കൊച്ചുമിമിക്കൊക്കെ നിറഞ്ഞ് കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ പാരഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നും ചിന്തിക്കുന്നില്ല അവര്. അപ്പൊ നമ്മളുടെ പാരഡി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പുറംകാലിനടിച്ച് ഓടിച്ചാണ്. അപ്പൊ ഒരു സരിക കാസറ്റ്സ് എന്ന് പറഞ്ഞ അബുക പുള്ളിയാണ് ഇതൊരു പരീക്ഷണത്തിന് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചിട്ട് കൊച്ചിൻ ഓസ്കാർ
കോമഡി സോങ്സ് എന്ന് പറഞ്ഞിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് പിന്നെ ദൈവാനുഗ്രഹിച്ചിട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഫീൽഡ്. നമുക്ക് ആ പാട്ടൊരു 4 വരി റിതം ഭയങ്കര റിതമിസ്റ്റാണ്. ഈ എല്ലാ ഫുൾ സെറ്റപ്പോടു കൂടിയാണല്ലോ ഷിബു. താങ്കെടുത്ത് തെരകിടുത്ത തലാങ്കുതത്തെ തകതിമിതക ജനു താങ്കെടുത്ത തെരകിടുത്ത തലാങ്കുതത്തി തകതിമിതക ജനു താങ്കെടുത്ത തെരകിടുത്ത തെരകിടുത്ത തെരകിടുത തകതിമിതക ജനു താങ്കെടുത്ത തെരകിടുത്ത തെരകിടുത തെരകിടുത തകതിമിതക ജനു താം. ചീക്കുചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, ചീക്കുചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, പട്ടിച്ചേട്ടത്തിയേം കടിച്ചു, 2 കുട്ടികളെയും കടിച്ചു, പിന്നെ അയലത്തെ അവർ എന്റെ പെടലിക്കിട്ടൊരു കടി. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു. അതാ പ്രാസം ഉണ്ടല്ലോ, വീട്ടിക്ക് വീട്ടിക്ക് വാസപ്പടി വേണോ. ആ അക്ഷരങ്ങളുമായിട്ട് ബന്ധമുള്ള പോലെ എഴുതിയാരണോ എന്ന് ശ്രദ്ധിക്കപ്പെട്ടത് പ്രാസം സകാരമൊക്കെ. ഒപ്പം തന്നെ നാഷിക്കയുടെ പാരഡികളിൽ ഏറ്റവും ഒരുപാട് പ്രശംസ നേടിത്തന്ന ഒരു പാട്ടാണ് ദാസാറിനെ കുറിച്ച് എഴുതിയ പാട്ട് അല്ലേ, ഇസ്രായേലി നാഥനായ ദാസേട്ടന്റെ ഒരു ലൈഫ് എല്ലാ ആ ഒരു പാട്ടിലുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു പാട്ട് ഓർമ്മയുണ്ടോ വരികള്? പിന്നെ ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം, മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം, നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേൻമഴയായിടും. ഫോർട്ട് കൊച്ചി എന്ന സ്ഥലത്തങ്ങ് ജനിച്ചു, ചെമ്പയുടെ കീഴിൽ പോലും പാട്ട് പഠിച്ചു, സംഗീതത്തിൽ വളരുവാൻ അങ്ങ് ശ്രമിച്ചു, പക്ഷെ പലരും അന്നങ്ങയെ അവഗണിച്ചു. ഗുരുദേവൻ രചിച്ചൊരു ശ്ലോകവുമായി അങ്ങ് ഗായക ജീവിതം തുടങ്ങി വച്ചു. ഗായകരിൽ താരമായി അങ്ങുദിച്ചുയർന്നു, പ്രഭ ചൊരിയുന്ന പെൺകുട്ടിയെ അങ്ങ് വരിച്ചു, തൂവെള്ള വസ്ത്രങ്ങൾ സ്ഥിരം ധരിച്ചു, ഗായകരിൽ പലരും അതനുകരിച്ചു. ഇന്ന് ലോകമറിയുന്ന ഗായകനായി അങ്ങ് പല പല ഭാഷയിൽ പാടിടുന്നു. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേൻമഴയായിടും. വെരി നൈസ്. രസമായിട്ട് പാടിയ സ്വന്തമായിട്ട് എഴുതിയ പാട്ടായതുകൊണ്ട് അതിന് ലിറിക്സ് ഒന്നും ഓർത്തെടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഈ പാരഡി എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ചിലപ്പോ പ്രാസം ഒപ്പിച്ചൊക്കെ എഴുതാറുണ്ട്. ഇപ്പോ പാരഡി എഴുതാൻ നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല, കാരണം മ്യൂസിക്കിന്റെ റൈറ്റ്സ് ഉണ്ട്. അതൊരു പാട്ടിന്റെ ട്യൂൺ എടുത്തിട്ട് ഇപ്പൊ നമ്മള് പാരഡി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി റൈറ്റ്സ് വിഷയമുള്ളതിന്റെ പേരിലാണ് പാരഡി. നമ്മൾ ഈ കോപ്പി റൈറ്റ്സ് ഒന്നും ഇല്ലാത്തതിന് മുമ്പ് പാരഡി എഴുതിയതിന്റെ പേരിലാണ് രക്ഷപ്പെട്ടതും ജീവിക്കാനായിട്ടുള്ളൊരു മാർഗം ഉണ്ടായതും. ഈ പാരഡിക്ക് ഇപ്പോഴാണ് എഴുതണമെങ്കിൽ വെറുതെ കെട്ടിപ്പൂട്ടി വീട്ടിൽ വെച്ച് നല്ലാണ്ട് പുറത്തിറക്കാൻ പറ്റുന്നില്ല, 10 പൈസ കിട്ടൂല. അപ്പൊ ഇതിന് നമ്മൾ കേൾക്കുമ്പോ അതിന് ആദ്യത്തെ 4 വരി കേൾക്കുമ്പോ തന്നെ ഏച്ചുകെട്ടില്ലാതെ ഇരിക്കാന്ന് പറയുന്നത്. ഇപ്പൊ ഇസ്രായേലി നാഥരായ ദൈവം, ഇപ്പൊ അത് ഗായകരിൽ രാജനായ യേശുദാസൻ ശബ്ദം, ദൈവം ആ അവസാനം ഉള്ളത് വെച്ചിട്ടാകുമ്പോ നമ്മൾ അതിന്റെ പ്രാസം വെച്ചിട്ട് തന്നെ പോകും. ഇപ്പൊ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി, ആ പാട്ടൊക്കെയാണ് അന്ന് ഒരു കാലത്ത് ആ പാട്ടിന്റെ പാരഡിയിൽ മന്ത്രിയേ പയ്യപ്പോ പയ്യപ്പോ മന്ത്രി. അപ്പൊ ഈ അയ്യപ്പോ എന്നുള്ളതിന് പകരം കറക്റ്റ് പയ്യപ്പോ എന്നുള്ള വാക്ക്, ആ മീറ്റർ അപ്പോഴാണ് പെട്ടെന്ന് ക്യാച്ച് ആയിട്ട് നമുക്ക് ക്യാച്ച് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ശരിക്കും അങ്ങനത്തെ ഒരു സോങ്സ് ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല. എനിക്ക് റൈറ്റ്സ് വരുന്നതിന് മുമ്പേ തന്നെ പിന്നെ അത്തരത്തിലുള്ള ദേമാവലി കൊമ്പത്ത് ആ റേഞ്ചിലുള്ള പാരഡി സോങ്സ് ഒന്നും നമുക്ക് ഓർമ്മയിലില്ല പറയുവാണെങ്കിൽ. ഈ സ്റ്റേജിൽ ഇങ്ങനെ ഷൈൻ ചെയ്യുമ്പോഴും മിമിക്രി ചെയ്യുമ്പോഴും പാരഡി എഴുതുമ്പോഴും ഒരു സംവിധായകനാവണമെന്ന് തന്നെയായിരുന്നോ?
മനസ്സിൽ അങ്ങനെ അതായിരുന്നു ദിലീപേട്ടന്റെ മനസ്സിൽ. അല്ല, ശിബിച്ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങളുടെയൊക്കെ മൈൻഡിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കവലപ്പോലയുടെ ബർത്ത്ഡേ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതാ, നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചാലേ അത് നടക്കും. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും മനസ്സിൽ അത്തരത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? എന്നിട്ട് നിങ്ങൾ സിനിമയിലേക്ക് ദിലീപ് ഡയറക്ടറാകാൻ വേണ്ടി വന്നാലും ഞാൻ ആക്ടറാകാൻ വേണ്ടി വന്ന ആളാണ്. അതായത് എന്റെ മനസ്സിൽ ആക്ടർ ആകണം, അതായത് സിനിമയിൽ അഭിനയിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. പ്രത്യേകിച്ച് ആ പ്രായത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ദിലീപ് ആണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് കമൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അവൻ ഡയറക്ടറായി വരും. ലാൽ ജോസ് ദിലീപും കൂടിയൊക്കെയാണ് ഞങ്ങളുടെ ആദ്യത്തെ എസ് പ്രസാദ് ഒക്കെ ബി ഡി കാസറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതേസമയം പാരലായിട്ട് തന്നെ ദിലീപ് ലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് ലാൽ കൂട്ടുകെട്ടിൽ ഞങ്ങളുടെ ഒരുപാട് മിംസ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് കാസറ്റ് വീഡിയോ കാസറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ദിലീപിന് ആഗ്രഹം സംവിധായകനാകാ എന്ന് പറയുന്നതാണ്. പക്ഷെ നേരെ ആക്ടറാകാൻ വന്ന ആള് സംവിധായകനാകാൻ വന്ന ആള് നേരെ തിരിഞ്ഞു പോയെന്നുള്ളൂ. അല്ല, ശരിക്കും ഈ ഒരു മൂവിയൊക്കെ ഓരോന്നും എടുക്കാൻ നേരത്ത്, അതായത് ഇന്ന മൂവി ചെയ്യണം, ഇപ്പൊ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ ആ ഒരു മൂവി, അതിനകത്ത് ദിലീപേട്ടനെ മനസ്സിൽ കരുതിയിരുന്നു, അല്ലെങ്കിൽ ഈ 3 ക്യാരക്ടറിനെ വെച്ചിട്ട് തന്നെ എനിക്ക് ചെയ്യണം, അങ്ങനെയായിരുന്നു പ്ലാൻ? അല്ല, ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് ഞാനും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ അങ്ങനെ നമ്മളുടെ മനസ്സിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുക്ക് അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും പറയുന്ന അന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സജീവമൊന്നുമില്ല. അപ്പൊ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം, ദിലീപ് നായകനായിട്ട് തിളങ്ങി നിൽക്കുന്നു, പിന്നെ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ ദിലീപ് അല്ലാതെ വേറെ ആരെയും കുറിച്ചിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ ദിലീപും പറഞ്ഞടാ നിന്റെ ആദ്യത്തെ സംവിധാനം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം, പറഞ്ഞു നീ ഏതെങ്കിലും കഥ എവിടെ നിന്ന് അങ്ങനെ ഒപ്പിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന സമയം. അപ്പൊ ഈ ബിബിനും വിഷ്ണു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ ഒരു കഥയുണ്ട്, ആ കഥ പറയാൻ കാരണം ഷാജോണാണ്. ഷാജോൺ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇക്ക ഞാൻ ആ ബിബിന്റെ വിഷ്ണു എന്ന് പറഞ്ഞ ആ പിള്ളേരുടെ അടുത്ത് നിന്ന് ഒരു കഥ കേട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്, ഇക്ക ഒന്ന് കേട്ട് നോക്ക്. അപ്പോ അത് ദിലീപേട്ടന് പറ്റിയ സബ്ജക്റ്റ് അല്ല, ഫസ്റ്റ് അത് അവൻ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ ഇത് ദിലീപേട്ടന് പറ്റിയ സബ്ജക്റ്റ് അല്ല, ഇക്കത് കേട്ട് നോക്കിയിട്ട് കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കുഴപ്പമില്ല, കാരണം നമുക്ക് കേട്ടു നോക്കാം. അങ്ങനെയാണ് കേട്ടു നോക്കിയിട്ട് അതൊരു 3 പേരില്ല. അപ്പോൾ ബിബിനും വിഷ്ണു അവരൊക്കെ തന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ ആ ഒരു ധാരണ മാറ്റിവെച്ചിട്ട് നേരെ വേറെ 3 ഹീറോസിലേക്ക് പോകാം എന്ന് പറഞ്ഞ അങ്ങനെ സംഭവിച്ച സിനിമ അത്. അതിനുശേഷം പിന്നെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, അതിനകത്തൊക്കെ അല്ലെങ്കിൽ 2 ചിത്രങ്ങളിലും മുട്ടിന് കൗണ്ടേഴ്സ് ആയിരുന്നു, തകടായ കൗണ്ടറുകൾ വരുമായിരുന്നു. ഇതില് വേറൊരു ശരിക്ക് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ അടുത്ത് ഞങ്ങൾ ഈ സബ്ജക്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഫഹദ് അത് കേട്ടിട്ട് ഫഹദ് പറഞ്ഞ് അത് 3 പിള്ളേരാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടത്, ഏജ് കുറഞ്ഞ. അത് പക്ഷെ അതിനകത്ത് ആ ആംബുലൻസ് ഡ്രൈവറില്ലേ ആ വേഷം വേണമെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി ഷാജോന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു വെച്ചേക്കാണ്, ഷാജോൺ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ അത് ഷാജോണിന്, അതായത് ഷാജോൺ കാരണം സംഭവിച്ച സിനിമയത്. അപ്പൊ പിന്നെ നമ്മൾ ആ വേഷം പിന്നെ ഇനി അത് എന്തൊക്കെ പറഞ്ഞാലും അതിനെ മാറ്റാനായിട്ട് മനസ്സനുഭവിക്കില്ല. അതല്ലായിരുന്നെങ്കിൽ ആ സിനിമയില് 5 ഹീറോസാണ്. പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത്, ഫഹദ് ഫാസില്, മറ്റേ ആസിഫ് അലി, അങ്ങനെ സംഭവിച്ചു. പക്ഷെ ഇതില് ആദ്യം പറഞ്ഞു പോയ ഒരു വാക്ക്, പിന്നെ ഈ സിനിമ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തെയൊക്കെ മറന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പക്ഷെ ഫാദറിന്റെ അടുത്ത് തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ആ ഫാദർ അയ്യോ എന്നാ പിന്നെ ഷാജേട്ടൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവര് 2 പേരും ശരിക്കും പറഞ്ഞാൽ മിമിക്രിക്കാരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നവരാണ്. നാദിഷിക്കാൻ ദിലീപേട്ടനും ഒരു മിമിക്രിക്കാരെ ഉൾപ്പെടുത്തും പ്രോജക്ട്സിൽ. ഒപ്പം തന്നെ നമുക്ക് വരികയാണെങ്കിൽ ചില കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഓൺ ദി സ്പോട്ടിൽ നടക്കുന്ന ചില കൗണ്ടറുകൾ പിന്നീട് നമ്മൾ സിനിമയിൽ അത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഞങ്ങളിപ്പോ കേട്ടിച്ചിരിക്കുന്ന ഒരു പക്ഷേ ഒക്കെ അങ്ങനെ ഉണ്ടായതാവാം, റിയൽ ലൈഫിൽ ഉണ്ടായിട്ട് നിങ്ങൾ എടുത്ത, അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ സലിമേട്ടന്റെ കയ്യിൽ നിന്നോ ഓൺ ദ സ്പോട്ട്, അല്ലെങ്കിൽ ജയസൂര്യയുടെ കയ്യിൽ. സലീമൊക്കെ ഭയങ്കര ഇംപ്രവൈസേഷന്റെ ആളാണ്. സലീംകുമാറൊക്കെ വെറുതെ നിന്നെപ്പോലും കോമഡി പറഞ്ഞാൽ നമ്മള് പൊട്ടിച്ചിരിച്ചു. അതെ, ഈ പ്രായത്തിലൊന്നും പിള്ളേര് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിച്ചായിരുന്നോ ഇല്ലായിരുന്നു, പോയി കഴിക്കണോ എന്ന് പറയുന്ന സംഭവമൊക്കെ അതൊക്കെ ഓൺ സ്പോട്ടിൽ വന്നോണം. അത് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നാണോ? അതൊക്കെ സ്ക്രിപ്റ്റിലുണ്ട്. അപ്പൊ അതൊക്കെ അവരെഴുതിയ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സലീമിന്റേതായ ഇംപ്രവൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണല്ലേ? നാദിഷിക ബഹ്റൈനിൽ ഫസ്റ്റ് ടൈം അല്ലല്ലോ വരുന്നത്? ഇല്ല, ബഹ്റൈനിൽ ഇവിടെ ഒരു കുടുംബം ഉണ്ടല്ലോ നാദിഷിക്കാക്ക് അല്ലേ? ബഹ്റൈനിൽ ഉണ്ടായിരുന്നു. നമ്മുടെ
എന്റെ അമ്മാവന്റെ മകനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പോ ഇവിടുന്ന് മാറി കുവൈറ്റിലൊക്കെ ആയി. അപ്പൊ ആ സമയത്ത് വന്നിട്ടുണ്ടാവും അവരൊക്കെ ഉണ്ടായിരുന്ന അല്ല, ആ സമയത്ത് മാത്രമല്ല, പിന്നെ ഷോയ്ക്ക് വന്നിട്ടുണ്ട്. എത്രയോ ഷോയ്ക്ക് വന്നു. ജയറാമേട്ടന്റെ കൂടെ, ദിലീപിന്റെ കൂടെ, പിന്നെ സുരേഷ് ഏട്ടന്റെ കൂടെ, സുരേഷ് ഗോപി ഷോ, അറേബ്യൻ ഡ്രീംസ്, പിന്നെ അങ്ങനെ ഐ മീൻ ലാസ്റ്റ് നടത്തിയ സ്റ്റേജ് ഷോ ഏതാണ്? സ്റ്റേജ് ഷോ ദാസേട്ടനും വിജയ് യേശുദാസ്, സുജാ ചേച്ചി, ശ്വേത, അങ്ങനെ ഒരു ഷോ ഉണ്ടായിരുന്നു. ഈ ഷോ ഡയറക്ട് ചെയ്യാനാണോ എളുപ്പം, അല്ലെങ്കിൽ മൂവി ഡയറക്ട് ചെയ്യാനാണോ എളുപ്പം? രണ്ടും ഇഷ്ടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ട് ചെയ്ത ആൾക്ക്, ഡയറക്ടർക്ക് അപ്പൊ തന്നെ വിവരം അറിയാം, 1-2 മണിക്കൂറിനുള്ളിൽ. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ. മറ്റത് അങ്ങനെയല്ല, മറ്റത് കുറച്ച് സാവകാശം ഉണ്ടാവും, ചിലപ്പോ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടൊക്കെ. അല്ല, ശിവചേട്ടൻ ഇടയ്ക്ക് പറയും ചില സമയത്ത് സ്റ്റേജിൽ നമ്മൾ നല്ല പെർഫോം ഒക്കെ ചെയ്തിട്ട് ആൾക്കാരൊന്നും കയ്യൊന്നും അടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലത്തെ ഫീലാന്നൊക്കെ പറയുന്നേക്കാം. അയ്യോ, സ്റ്റേജിലൊക്കെ ഒറ്റയടിക്ക് എല്ലാ സ്റ്റേജിലും കൈയടി കിട്ടി വന്ന ആൾക്കാരല്ല നമ്മൾ. അതെ അതെ, ശരിക്ക് കൂവല് കേട്ടും അല്ല കയ്യടി കിട്ടിയും എല്ലാം രണ്ടും ഉണ്ട്. തല്ലും തലോടലും കിട്ടും. തീർച്ചയായും. പക്ഷെ ഇപ്പൊ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് കലാകാരന്മാർ, അല്ലെ? ഈ മിമിക്രി കലാകാരൻ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവോടെ ഒരുപാട് അവസരങ്ങൾ എങ്ങനെയാണ് ഇക്ക നോക്കി കാണുന്നത്? എങ്ങനെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഈ വരവ്? സോഷ്യൽ മീഡിയ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിരൽത്തുമ്പിലാണ് നമുക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അത്ര ഫാസ്റ്റ് ആണ്. ഒരു കലാകാരന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഇത് കോവിഡ് സമയത്ത് വളർന്ന ആളാണ് മഹേഷ് കുഞ്ഞുമോൻ. കോവിഡിൽ നിന്ന് എന്താണ് പിറവിയെടുത്ത മിമിക്രിക്കാരൻ. അല്ല, അവന്റെ ഒക്കെ ഒരു ഇപ്പൊ അശ്വന്ത് അനിൽകുമാർ, മഹേഷ് കുഞ്ഞുമോൻ, ഇവരുടെയൊക്കെ പെർഫെക്ഷൻ, അതായത് ഞെട്ടിക്കുന്ന. അതൊന്നും നമ്മളുടെ ഒരു ജനറേഷനിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, കോട്ടയം നസീർ അഗ്രാണ്യനാണ്. നമ്മള് അതായത് നസീറിനൊക്കെ ഉള്ളൊരു ഗുണം കിട്ടിയത്, നസീർ ഒരു ആക്ടറായിട്ട് ശബ്ദം ചെയ്യുമ്പോൾ ഇപ്പൊ ജനാർദ്ദൻ ചേട്ടനാണെങ്കിൽ ജനാർദ്ദൻ ചേട്ടനാണ് അവിടെ നിക്കണെന്ന് നമുക്ക് തോന്നും. അവന്റെ മുഖവും മറ്റേ തല തൊട്ട് കാല് വരെയും ജനാർദ്ദൻ ചേട്ടനാവും. ഹനീഫിക്കാണെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹനീഫിക്കാണ് നിക്കണെന്ന് തോന്നും. പുതിയ പിള്ളേരുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശബ്ദം എന്ന് പറയുന്നത് അപ്പുറത്തേക്കുള്ള ഇപ്പുറത്തേക്കുള്ള കൃത്യം ശബ്ദമാണ്. ചിലപ്പോ ഈ ബോഡി ലാംഗ്വേജ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. അവരുടെ ശബ്ദം കൊണ്ട്, കാരണം അവരൊരു ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഹേഷൊക്കെ വന്ന് നിന്നിട്ട് ഇന്ന ആർട്ടിസ്റ്റിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കൃത്യം അയാൾ സംസാരിക്കും പോലെ തന്നെ തോന്നുന്നു ആ ആർട്ടിസ്റ്റ്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോ ഈ സിനിമ അതുപോലെ തന്നെ സിംഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ യങ് ടാലൻസ് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ റീൽസിലൂടെ കണ്ട് സെലക്ട് ചെയ്തിട്ട് അവസരം കൊടുത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ലേ? അല്ല, നമ്മൾ പുതിയ പുതിയ പിള്ളേരെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഗംഭീര പെർഫോമൻസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സ്റ്റേജ് ഷോസിന് കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താ, നാടോടുമ്പോ നടുവേട്ടു എന്ന് പറയുന്ന പോലെ ഇപ്പോ ഞാൻ മ്യൂസിക് ചെയ്ത ഡയറക്ട് ചെയ്തതും മ്യൂസിക് ചെയ്തതായിട്ടുള്ള സിനിമയാണ് മാജിക് മഷ്റൂംസ്. ആ സിനിമയിൽ ഹനാൻഷ പാടിയിട്ടുണ്ട്. ഹനാൻഷ ഇപ്പൊ ചിറാപ്പുഞ്ചി മഴയത്ത്. അപ്പൊ അവന്റെ ആ പാട്ട് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഞാൻ വിളിച്ച മോനെ ഇന്ന് എന്റെ പടത്തിലൊരു പാട്ട് പാടുമെന്ന് ചോദിച്ചു. ഒക്കെ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വന്നു, അവൻ പാടി. പിന്നെ ശ്രേയ ഘോഷൽ പാടിയിട്ടുണ്ട്, പിന്നെ ചിത്ര ചേച്ചി, ശങ്കർ മഹാദേവൻ, വിനീത് ശ്രീനിവാസൻ, ജാസി ഗിഫ്റ്റ്, പിന്നെ 5 പാട്ട് 10 സിംഗേഴ്സ്. എന്റെ മോളും പാടിയിട്ടുണ്ട്, രണ്ടാമത്തെ മോള് ഖദീജ. അടിപൊളി. നാദർശിക ഇപ്പൊ റീസെന്റ് കണ്ടതിൽ ഏത് മൂവിയാണ് ലൈക്ക് എനിക്ക് ഇതുപോലത്തെ ഒരു സിനിമ എടുക്കണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്? അങ്ങനല്ല, പുതിയ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്താൽ കൊള്ളാന്നുണ്ട്. പക്ഷെ ജനങ്ങള് നമ്മളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തമാശയായിട്ട്. അതിപ്പോ ഞാൻ പോയിട്ട് ഈ ബിഗ് ബി പോലത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ മോനെ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ ആൾക്കാരുണ്ട്, നീ വല്ല തമാശപ്പാടായിട്ട് വന്നാൽ മതി എന്ന് പറയുള്ളൂ. നാദർശിക ഈ പേരുകളൊക്കെ നാദർശിക തന്നെയാണോ ചൂസ് ചെയ്യുന്നത്, അതോ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണോ? ഈ മാജിക് മഷ്റൂമായാലും കട്ടപ്പനയിലെ ഹൃതിക് റോഷനായാലും റാഫിക്കയുടെ മോൻ. അപ്പോ ആ പേരുകളൊക്കെ എങ്ങനെയാണ്, അതിന്റെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാണ്? കട്ടപ്പനയിലെ ഹൃതിക് റോഷനും മറക് ബ്രന്തോണി, പിന്നെ
കേശു ഈവിടനാഥൻ അതൊക്കെ ഞാൻ ചെയ്ത പേരാണ്. ഇപ്പൊ മാജിക് മഷ്റൂംസ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളൊരു ടീം വർക്ക് ഉണ്ട്. അപ്പൊ പല പേരുകൾ ഇങ്ങനെ വന്നപ്പോ ഈ മാജിക് മഷ്റൂംസ് ഫ്രം കഞ്ഞിക്കുഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുവന്നു. പിന്നെ അവസാനം ആദ്യം അങ്ങനെ ഇട്ടു നോക്കി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാജിക് മഷ്റൂംസ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു സീരിയസ് സിനിമയായി മാറും. അതുപോലെ ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ടല്ലോ. അപ്പോ മലയാളം പടമാണ്, അതൊരു നാട്ടിൻപുറത്തെ സബ്ജക്റ്റ് ആണ്. അത് കാരണം ഫ്രം കഞ്ഞിക്കുഴി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ എടുത്ത് മാറ്റി. കാരണം പോകെ സിനിമയിൽ വന്നപ്പോ മാജിക് മഷ്റൂംസ് എന്ന് മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. കാരണം അതാണ് പറയാൻ സുഖം. ഈ കഞ്ഞിക്കുഴിയൊക്കെ കുറെ കഴിയുമ്പോൾ മുങ്ങിപ്പോവും. ഒരുപാട് ഹാസ്യ മുഹൂർത്തങ്ങൾ നിറഞ്ഞ സിനിമകൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നാദിർഷിക്കയുടെ ഫേവറേറ്റ് കൊമേഡിയൻ ആരാണ് മലയാളത്തില്? അമ്പിളിച്ചേട്ടൻ, ജഗതി ചേട്ടൻ. അദ്ദേഹത്തെ ഒരുമിച്ച് അഭിനയിക്കാൻ പിന്നെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. അമ്പിളിച്ചേട്ടനായിട്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഇന്നസെന്റ് ഏട്ടനായിട്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് തോന്നിക്കണം എന്താ പറയാ, ഇന്നസെന്റ് ഏട്ടൻ അമ്പിളിച്ചേട്ടനൊക്കെ വന്ന് ചെയ്യുമ്പോൾ നമ്മള് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മള് ചിരിച്ചു പോകും. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് പെട്ടെന്നൊന്നും പറയാൻ. പിന്നെ അത് മാത്രമല്ല, ഈ അമ്പിളിച്ചേട്ടന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജഗതി ചേട്ടൻ ചോദിക്കുള്ളൂ, അനിയ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ ഇപ്പൊ ഈ ചായക്കടക്കാർ പുള്ളി ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പൊ അവിടെ ഒന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെ ചായക്കടക്കാരൻ എന്ത് പ്രായമുണ്ട്, ചായക്കടക്കാരൻ അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, വിവരമുണ്ടോ, ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം അടുത്ത മീശ ഒട്ടിക്കാൻ. അയാള് വിദ്യാഭ്യാസം ഉള്ളവനാണ് ഇത് ഈ മീശ. പിന്നെ അനിയ ഇയാള് വൃത്തികെട്ടവനാണോ ഡീസന്റ് ആണോ പറ്റിക്കലുള്ള ആളാണ്, അതൊക്കെ പറയുമ്പോ പുള്ളി വേറെ ആ പുരികത്തിന്റെ മുകളില് അതിന് 2 വര ഇവിടെ വരച്ചു പറഞ്ഞിട്ട് അങ്ങനത്തെ ലെജൻഡ്. അതാണ് ലെജൻഡ് ശരിക്കും. അതിലേക്ക് ആകാൻ വേണ്ടിട്ട്. അപ്പൊ ഈ അസോസിയേറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഡയറക്ടറെ വിളിച്ചിരുത്തിട്ട് ഓരോ ശരിക്കും ആ കഥാപാത്രത്തിന്റെ അച്ഛനെ അമ്മയെ കുറിച്ചിട്ടൊന്നും ആ പടത്തിൽ പറയണേ ഉണ്ടാവൂല. പക്ഷെ അമ്പിളിച്ചേട്ടൻ ചോദിക്കും, ഈ കഥാപാത്രത്തിന് അച്ഛനുണ്ടോ, അച്ഛൻ ചെറ്റയായിരുന്നോ, അങ്ങനെ ഒരാളുടെ മകനും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോ അങ്ങനെ കോസ്റ്റ്യൂം കൊണ്ട് ഷർട്ട് കുറച്ച് മടക്കി മേളിലേക്ക് വയ്ക്കാം. പിന്നെ ഇയാൾക്ക് അങ്ങനെ യാതൊരു അല്പം പൊങ്ങിയാണ്, ആ ഒരു ടവലും ഉണ്ടാ ഷർട്ടിന്റെ കോളറിന്റെ ഇവിടെ പിടിപ്പിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഒരു കൈരളിയുടെ ഷോയ്ക്കാണെന്ന് തോന്നുന്നു മമ്മൂക്കയെ കുറിച്ചൊരു പാരഡി ഷാജോൺ എഴുതി കൊടുത്തതായിട്ട് ഞാൻ അറിയാം. പക്ഷെ ഇക്കായ്ക്ക് വരികൾ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ദുബായിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മമ്മൂക്കയെ കുറിച്ചൊരു പാരഡി. മമ്മൂക്കയെ കുറിച്ചിട്ട് പാരഡി അല്ല അത്, എനിക്ക് തോന്നുന്നത് ഈ മമ്മൂക്കയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലിറിക്സ് എല്ലാം ഓർമ്മയില്ല കേട്ടോ. അത് ഏതാന്ന് ഞാൻ 2-3 ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിലേതെങ്കിലും ഓർമ്മയിലുള്ള ഒരു പാരഡി മമ്മൂക്കനെ അല്ല, മുമ്പ് ചെയ്തേക്കുന്നത് ഒരു അവാർഡ് നൈറ്റ് ഒക്കെ നമ്മൾ കാണുമ്പോ ഒരാള് അവാർഡ് നൈറ്റ് കാണാൻ വേണ്ടി പോയിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ തോന്നുന്നു സ്റ്റേജിലിരിക്കണ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ദിഖിനും ജയറാമിനും മധ്യത്തിൽ ചിരിതൂകണ് ശ്രീകുമാർ, ജഗതി ശ്രീകുമാർ, സുകുമാരി സുകുമാരി താണ്ടി നിൽക്കണ സുകുമാരൻ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇതൊക്കെ ഇതൊട്ടും ഇനി പാടില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇനി ഇങ്ങനെ പാരഡി എഴുതാനേ പാടില്ല. അല്ല, പാരഡി എഴുതാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരഡി എഴുതി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊന്നും ഒരു ഓഡിയോ കാസറ്റ് വീഡിയോ കാസറ്റ് അല്ല അങ്ങനെ ഇറക്കാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ ഇറക്കാൻ പറ്റില്ല. യൂട്യൂബിൽ ഇപ്പോഴും ദേമാവലിക്കമ്പത്തുണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു ടാലന്റ് അല്ലേ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ലിറിക്സ് മാറ്റിയിട്ടൊക്കെ. നാദിർഷിക്ക എന്താണെങ്കിലും ഒരു ആക്ടർ ആവാൻ വേണ്ടിയായിരുന്നു ആഗ്രഹിച്ചത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി യു ബിക്കം എ ഡയറക്ടർ. പക്ഷെ ഇപ്പോ ഒരു ഡയറക്ടർ വിളിക്കുകയാണ് നാദിർഷിക്കാനെ ഈ ഒരു സിനിമയില് ഒരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോവില്ല. ഞങ്ങൾക്ക് പിന്നെ പോവാതിരിക്കണം എന്താണ്, ഞാൻ ഇപ്പൊ നമ്മളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ദിലീപൊക്കെ അതിനെ ഹ്യൂമറൊക്കെ ചെയ്യാൻ എടുക്കാനായിരുന്നു. ആക്ടിങ് സെൻസും അപാരമായിട്ട് നമ്മള് ചെയ്തിരുന്ന സമയം ഇപ്പൊ ഞാനൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓവറായിരുന്നു. അതിപ്പോ നമ്മള് സിനിമയൊക്കെ കാണുമ്പോൾ
എന്റെ ഓവർ ആക്ടിങ് ആയിരുന്നു. ഞാനൊക്കെ കുട്ടികൾ കളിയാക്കാറുണ്ടോ? 500 രൂപ 5000 രൂപയുടെ അഭിനയം കാഴ്ച വെക്കണ ആളായിരുന്നു. അല്ല, വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ഇപ്പൊ പഴയ ഫിലിമൊക്കെ കാണുമ്പോ പറയോ പാപ്പച്ചി എന്താ ആക്ടിങ് എന്ന് പറയാറുണ്ടോ? ഇല്ല, മക്കള് കാണാറില്ല. മക്കള് അത് വന്നു കഴിയുമ്പോ തന്നെ ഓഫ് ചെയ്യും. മക്കള് ഓഫ് ചെയ്തില്ലെങ്കിലും വൈഫ് വന്നിട്ട് ഓഫ് ചെയ്യും. അപ്പൊ പിന്നെ ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ. അത് കാരണമാണ് നമ്മൾ പിന്നെ എങ്ങനെ അഭിനയം പഠിച്ച് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ മതി അഭിനയിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇട്ടാൽ ഓക്കെയാണ് എന്ന് പഠിച്ചു വന്നപ്പോഴേക്കും അഭിനയത്തിൽ നിന്ന് ഔട്ടായി പോയി. പിന്നെ ഡയറക്ഷനിലേക്ക് വന്നു. എന്താണെങ്കിലും പക്ഷെ അവസരം കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അഭിനയിക്കാൻ തയ്യാറാണല്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് വിചാരിക്കുന്നത് ഇപ്പൊ നമ്മള് ചെയ്യുന്ന ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം വേണമെങ്കിൽ എനിക്ക് അഭിനയിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നമ്മളിൽ സംവിധായകൻ എന്താ വിചാരിക്കണെന്ന് അറിയോ? ഇത് കുറച്ചുകൂടി നന്നായിട്ട് അത് എല്ലാ സംവിധായകരും അങ്ങനെ വിചാരിക്കേ. അതാണ് എന്റെ പ്രശ്നം. മൂവീസ് എടുക്കുന്ന ഒരാൾക്കല്ലേ എന്തുകൊണ്ട് പറ്റില്ല? അതെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നാദിർഷ. ഞാൻ നാദിർഷക്ക് അവതരിപ്പിച്ചൊരു ക്യാരക്ടറിന്റെ പേര് പറയാം, അത് ഏത് സിനിമയാണെന്ന് പറയണം. സാബു മാനന്തകൊട്ടാരം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരിക്കലും മറക്കില്ലല്ലോ സാബു. എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്? ഒരു ഒരു സൗഹൃദത്തിന്റെ ഒരു ചിത്രം കൂടിയാണ് മാനന്തകൊട്ടാരം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ആദ്യ ആ പടത്തിൽ ഇല്ലായിരുന്നു. അതിൽ ദിലീപും ഹരിശ്രീ അശോകൻ ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും ഷിയാസും ആയിരുന്നു. അതിന് ലൊക്കേഷനിൽ ഞാൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി നിന്നാളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇടയ്ക്ക് ഡയറക്ടറെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു ചാൻസ് തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇതിനകത്ത് നാദർഷയ്ക്ക് പറ്റിയ വേഷമൊന്നുമില്ല. അങ്ങനെ ഞാൻ നിരാശനായി. അങ്ങനെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കലാപരൻ സാർക്ക് പറഞ്ഞ് ഇതിനകത്ത് ഇന്ദ്രൻ ചേട്ടൻ പാടുന്ന പാരഡി പാടുന്ന ആളാണ് അതിൽ. പണ്ട് എനിക്ക് ഇതാണ് കോലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ചേട്ടൻ പാടണ്ടല്ലോ. അപ്പോൾ ആ പാരഡിയൊക്കെ നാദർഷനെ എഴുതിയിട്ട് നാദർഷന് പാടിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഓക്കെ. അപ്പോൾ എന്നിട്ട് അതിന് ഇന്ദ്രൻ ചേട്ടൻ ലിപ്പ് കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഫിക്സ് ചെയ്ത് ഞാൻ സ്റ്റുഡിയോയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വന്ന് പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറെ മറ്റേ റൈറ്ററെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ് അല്ല അത് ഇന്ദ്രൻ സെറ്റും തന്നെ പാടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സ്റ്റുഡിയോയിലെല്ലാം അറേഞ്ച് ചെയ്ത് പോയല്ലോ. അതിനിപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്ന് ഞാൻ കരഞ്ഞ്. കാരണം അന്ന് സ്റ്റുഡിയോയിലും വന്ന ആർട്ടിസ്റ്റുകൾ പ്ലേ ചെയ്യാൻ വന്നവർക്കൊക്കെ പൈസ കൊടുക്കണം, കോൾ ഷീറ്റ് അല്ലേ. അന്ന് തന്നെ ആ സമയത്ത് 7000 രൂപ കണ്ട്. കാരണം ഞങ്ങൾക്ക് 250 രൂപയ്ക്ക് ഒരു സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 7000 രൂപ വലിയ എമൗണ്ടാണ്. ആ 7000 രൂപ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്ന ആളാണ്. അപ്പോൾ അതിന്റെ സങ്കടവും പിന്നെ ലൊക്കേഷനിൽ വെച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടതിന്റെ സങ്കടമൊക്കെ ആയിട്ട് നിന്ന് ഞാനന്ന് കണ്ണ് നിറഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ ദിലീപിന്റെ അടുത്ത് പറഞ്ഞു ഇവരൊക്കെ എന്തെങ്കിലും എന്റെ വീട്ടിൽ വരടാ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി തന്നെ വന്ന് വിളിക്കാൻ വേണ്ടിട്ട്. അന്ന് രാത്രി തന്നെ വന്ന് എന്താ അതിലാ മറ്റേ ക്യാരക്ടർ ഷിയാസ് ചെയ്യുന്ന ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അത് അതെന്താ ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞോ? ഏയ് ഇല്ലല്ലേ. അപ്പൊ നമ്മള് വഴക്കൊക്കെ മാറൂലേ? നമുക്ക് ഈ പിണക്കവും ഈ സങ്കടമൊക്കെ മാറ്റാൻ നാദർഷയ്ക്കയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഫിലിം സോങ്. ഇപ്പൊ നാരങ്ങമുട്ടായൊക്കെ നമ്മളിപ്പോ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാദർഷയുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ഫിലിം സോങ് അല്ല. ഞങ്ങളുടെ 10ാം ക്ലാസ് ബാച്ച് എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ പാടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. അറിയാതെന്നുള്ളിൽ നിന്നും എവിടേക്കോ പോയ ബാല്യം ഓടി വന്നെന്നെ തട്ടിയുണർത്തുമ്പോൾ നെഞ്ചു പിടയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു. ചേമ്പിലത്താളാൽ കുട ചൂടി പൊട്ടിയ സ്ലേറ്റൊന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചിന്നം സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ കൊതിയോടത് ഓടിയെടുത്ത്
ഉപ്പു പുരട്ടിയിട്ടൊന്നു കടിക്കുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണെ നീ ഇന്നെവിടെയാണ്. കടലാസ് വഞ്ചിയുണ്ടാക്കി ഒരുമിച്ചൊന്നക്കരെ പോകാൻ കൂട്ടുനിന്ന പെണ്ണെ നീ ഇന്നെവിടെയാണ്. കളിയായി നമ്മളു ചാർത്തിയ മലർമാലകൾ തന്നൊരു പൂമണം ഇന്നുമിടയ്ക്കത് നെഞ്ചിനകത്ത് പടരുന്നില്ലേ, നീയതറിയുന്നില്ലേ. പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. അറിയാതെ എന്നുള്ളിൽ നിന്നും എവിടേക്കോ പോയ ബാല്യം ഓടി വന്നെന്നെ തട്ടിയുണർത്തുമ്പോൾ നെഞ്ചു പിടയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു. നെഞ്ചു പിടയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു, എൻ്റെ കണ്ണു നിറയുന്നു. ഞാൻ തന്നെ എഴുതി സംഗീതം ചെയ്തു. അതിനകത്തുള്ള ഒരു വരിയില്ലേ, ആ രണ്ടാമത്തെ ആ തുളുമ്പുമ്പോൾ അതിന്റെ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആട്ടോ. ഏതാണ്? ആ ശിവചേട്ടനും കുറച്ചൊന്ന് വണ്ടടിച്ചില്ലേ അവിടെ സെക്കൻഡ് ലൈനില്ലേ, ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. ആ സംഭവം അതെ, അത് അവിടെ ഒരു സ്റ്റോപ്പില്ലാണ്ട് ഒരു കണ്ടിന്യൂസ് ഇതാണ് വേർഡാ വരുന്നത്. നല്ല തിരക്കിലാണെന്നറിയാം. ഈ തിരക്കിനിടയ്ക്കും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഓടി വന്നതിന് ഞങ്ങൾക്കറിയാൻ നാദിഷിക്ക വരുമെന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിച്ചാൽ. ഇതിനു മുമ്പ് നമ്മൾ ആദ്യമല്ല ഓണയറിൽ വരുന്നതിനു മുമ്പും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് സാധാരണ നമ്മുടെ കൂട്ടത്തില് എയറിൽ പോണ ആള് ടിനി ടോമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എയറിൽ പോയിക്കൊണ്ടിരുന്ന ആള് ടിനിയായിരുന്നു. പക്ഷെ ഇന്ന് ഞാനായി. ശരിക്കും ഇവിടെ ഇപ്പൊ നമ്മള് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ടാവും ആരും പ്രതീക്ഷിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ, അല്ലെ? നമ്മൾ കുറച്ചും കൂടി നേരത്തെ നാദിഷിക്കാനെ കിട്ടണം. ഞാൻ ഈ ടീനിയുടെ കാര്യമൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കുറ്റമായിട്ട് പറഞ്ഞല്ലോ. അത് ഞങ്ങള് ഫ്രണ്ട്സിന് പറയാനായിട്ടുള്ള അവകാശമുള്ളതിന്റെ പേരിൽ ഞങ്ങള് മുഖത്ത് നോക്കി പറയുന്നതിന്റെ പേരിൽ അവൻ തന്നെ പറയുന്നതാണ്. അപ്പോ അവന് തന്നെ അറിയാവുന്നത് അവൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അപ്പൊ ഇനിയിപ്പോ ആൾക്കാർ കേൾക്കുമ്പോ അയ്യോ ടിനി ഇവിടെ വന്നിരുന്നിട്ട് നാദർഷ ടിനിയെ ആ സൗഹൃദത്തിന്റെ ഒരാളാണത് എന്നും പറയാം. മാത്രമല്ല ഞങ്ങളുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അതെ, മിമിക്രി അസോസിയേഷന്റെ മായുടെ പ്രസിഡന്റ്. ഞാനും മായിലൊരു മെമ്പറാണ്. അതെയോ? ഈ മനുഷ്യനെ ഒന്നും ഇവിടെ പറയാറില്ല കേട്ടോ. ഇവിടെ ചൈനയിലും ജപ്പാനിലൊക്കെ ട്രാവൽ ചെയ്യാന്നല്ലാണ്ട് മാല് ഒരു അംഗമാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ വല്ല പണിയൊക്കെ കൊടുക്കുന്നേ സെക്രട്ടറി ഷാജോൺ. അപ്പൊ ഇക്ക വലിയ സന്തോഷം. ഞങ്ങളുടെ അൽഹിലാൽ സൽമാബാദ് ഹോസ്പിറ്റലില് നഴ്സ് ഇൻചാർജിന് ഒരു ബേബി ബോയ് ഉണ്ടായി. അമ്മയ്ക്കും മോനും ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജു ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അൽഹിലാൽ ഗ്രൂപ്പുമായിട്ട് ഇദ്ദേഹത്തിനും ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. അതെ, എന്റെ മകളുടെ ഹസ്ബൻഡ് അവരുടെ ഗ്രൂപ്പിലാണ്. അപ്പൊ കുഞ്ഞുവായിക്ക് സന്തോഷത്തോടെ ഒരു 4 വരി പാടി കൊടുക്കുന്നു. ആവശ്യക്ക പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പാട്ട്. ഒരു കുഞ്ഞുണ്ടായാൽ, ഇപ്പൊ മകൾക്കൊക്കെ ഒരു കുഞ്ഞുണ്ടായാൽ എന്തായിരിക്കും ഒരു പാട്ട് പാടുക? അത് നമ്മള് ചെയ്യാത്തൊരു, അതായത് മുമ്പ് വെറുതെ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിലും ഉപയോഗിച്ചിട്ടില്ല. ഒരു താരാട്ട് പാട്ട്. വളരെ സിമ്പിളാണ്. അമ്മയുടെ ചുന്ദരി മോളെ കരയല്ലേ കൺമണി മോളെ വാവോ വാവാച്ചി വാവോ വാവാച്ചി. അമ്മയുടെ ചുന്ദരി മോളെ കരയല്ലേ കൺമണി മോളെ വാവോ വാവാച്ചി വാവോ വാവാച്ചി. വിധി തന്നൊരു പൊന്നിധിയല്ലേ വാവോ വാവോ. അമ്മയുടെ ചക്കരമുത്തേ വാവോ വാവോ. അമ്മയുടെ ചുന്ദരി മോളെ കരയല്ലേ കൺമണി മോളെ വാവോ വാവാച്ചി വാവോ വാവാച്ചി. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു, സാധാരണ അത് നമ്മള് കുട്ടികൾക്ക് ഒക്കെ ഓർക്കാൻ പറ്റുന്ന ഏറ്റവും അങ്ങനെ കൊളോക്കിയലായിട്ടുള്ള സാധനങ്ങൾ. നാദിഷിക്ക നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് എന്താണ് നാദിഷിക്കയ്ക്ക് പറയാനുള്ളത്? അല്ല, നമ്മളിതുപോലെ റേഡിയോയിലാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടിയത്. റേഡിയോയിൽ എൻ്റെ ഒരു ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന്
ഫസ്റ്റ് കിട്ടി, സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ പാട്ട് റേഡിയോയിൽ അന്ന് പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് ഞാൻ അയലോക്കത്തെ എല്ലാ വീടുകളിലും ഓടി, ഇതേ എൻ്റെ പാട്ട് റേഡിയോയിൽ റേഡിയോ എന്ന് പറഞ്ഞിട്ട് എല്ലാ വീടുകളിലും ഓടിപ്പാഞ്ഞ് നടന്ന ചുറ്റുവട്ടത്തെ എല്ലാ വീടുകളും കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ളൂ. കാരണം അപ്പം പാട്ട് തീർന്നു. അപ്പോൾ അതിനുശേഷം ദൈവാനുഗ്രഹിച്ചിട്ട് പിന്നെ ഓഡിയോ റേഡിയോ കഴിഞ്ഞ് പിന്നെ TV ആയി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളുടെ എല്ലാവരുടെയും വളർച്ച. പിന്നെ ഓഡിയോ കാസറ്റായി, VCD ആയി, പിന്നെ വീഡിയോ കാസറ്റായി, പിന്നെ ഡിജിറ്റൽ സിനിമ വരെയായി. ദാസാറിനെ കൊണ്ട് പാടിപ്പിക്കാനുള്ള വലിയ ഭാഗ്യം കിട്ടി. പിന്നെ ദാസേട്ടൻ പാടിപ്പിക്കാനല്ല, ദാസേട്ടൻ പാടി തന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദാസേട്ടൻ ഇപ്പൊ 4 പാട്ട് പാടിയില്ല എന്റെ മ്യൂസിക്കില്. പിന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംഗീതം അങ്ങനെ ബേസിക്കായിട്ട് ആദ്യം പഠിച്ച ആളല്ല. എന്നാൽ പോലും ഞാൻ സംഗീതം ചെയ്ത പാട്ടുകൾ ഒരുവിധപ്പെട്ട എല്ലാ സിംഗേഴ്സും പാടിയിട്ടുണ്ട്. ഇപ്പൊ ശങ്കർ മഹാദേവൻ, ശ്രേയ ഘോഷല് തൊട്ട് SPB സാർ ഒഴികെ ബാക്കി എല്ലാ സിംഗേഴ്സും പാടി. ജയേട്ടനും എല്ലാവരും പാടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമല്ലേ. പിന്നെ വലിയ ബാപ്പാടം വലിയൊരു ആഗ്രഹമായിരുന്നല്ലേ ദാസേട്ടന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുപ്പിക്കാറുണ്ടായിരുന്നു എന്റെ ബാപ്പാടെ വലിയ ആഗ്രഹം. പക്ഷെ അത് കാണാൻ പറ്റാതെ അദ്ദേഹം എനിക്കൊരു 16 വയസ്സുള്ളപ്പോഴാണ് എന്റെ ബാപ്പ പോയത്. പക്ഷെ അതിനുശേഷം ആ പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ നമുക്ക് പങ്കെടുക്കാനും അവരുടെ കൂടെ സഹകരിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ലഭിച്ചത് തന്നെ. കാരണം നമ്മളുടെ രക്ഷിതാക്കൾ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും, സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഒരു നല്ലൊരു ഫ്യൂച്ചർ, ഇനിയും ഒരുപാട് സിനിമകൾ എടുക്കട്ടെ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് സോങ്സ് അല്ലെ ഡയറക്റ്റ് ചെയ്യട്ടെ, പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസും നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്റ്റേജ് ഷോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ബഹറിൽ ഇനിയും വീണ്ടും. എല്ലാം ഗംഭീരമായിട്ട് നടക്കട്ടെ. അപ്പം മാജിക് മഷ്റൂമിനും എല്ലാവിധ ആശംസകളും. മാജിക് മഷ്റൂംസിന് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും വേണം. ഞങ്ങൾ ദേപുട്ടിന് സപ്പോർട്ട് വേണം. കാരണം ദേപുട്ട് ബഹറിനിൽ നമ്മൾ തുടങ്ങിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്, അതായത് പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ദുബായിലും അവിടെ വരുമ്പോൾ നിങ്ങളുടെ ദേപുട്ടി കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പരാതി ബഹറിലുള്ളവർക്കില്ല. ഇനിയിപ്പോൾ ബഹറിലുള്ളവർക്ക് തൊട്ടടുത്ത ഇപ്പോൾ ദേപുട്ട് റെസ്റ്റോറൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്വന്തം സ്ഥാപനമായിട്ട് നിങ്ങൾ കരുതുക, അവിടെ വരിക. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സിനിമ ഇപ്പോൾ മാജിക് മഷ്റൂം വരാൻ പോകുന്നുണ്ട്. മാജിക് മഷ്റൂമിന് ഫുൾ സപ്പോർട്ടാണ്. അത് കട്ടപ്പനയിൽ ഋതിക് പോലത്തെ അത്രയും എന്റർടൈൻമെന്റ് നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് നാദിഷിക്ക, ഇവിടുത്തെ പോയി തന്നെ ബൈജുവിന്റെ ശബ്ദം ഒന്ന്. അയ്യോ, ബൈചേട്ടന്റെ ശബ്ദം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അത് ബൈചേട്ടന്റെ ശബ്ദം ജനങ്ങളിലേക്ക് ഇത് ബൈജുവിന്റെ ശബ്ദമല്ലേ എന്ന് തോന്നി തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. ബൈചേട്ടനൊക്കെ ശബ്ദം ഭയങ്കര പോപ്പുലർ ആയതിനു ശേഷം ഞാനത് നിർത്തി. കാരണം കള്ളി വിളിച്ചതാവും ഞാൻ ചെയ്യണ ശരിയല്ല എന്നുള്ളത് പെട്ടെന്ന് പിടികിട്ടും. അപ്പോ അന്ന് ചെയ്ത ആ ടച്ചൊക്കെ പോയി. അങ്ങനെയാണെങ്കിൽ ശിവചേട്ടൻ ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് പറയും. അല്ലല്ല, ഞങ്ങൾക്ക് എന്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ പറഞ്ഞു. ബുളു ബുളു എന്നുള്ള പാട്ട്, അത് ഷിയാസ് അല്ലേ പാടിയ? അത് ഷിയാസ് പാടിയായിരുന്നു. അവൻ പാടിയാലേ ശരിയാവുള്ളായിരുന്നു. അല്ല, ലിറിക്സ് ഓർമ്മയുണ്ടോ? ഇല്ല, അത് അവന്റെ പ്രസന്റേഷനിൽ പിടിച്ചിരുന്ന പാട്ടുകളാണ്. അത് കാരണം എന്റെ ഇവിടെ കട്ടക്ക് ഷിയാസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ലിറിക്സ് എഴുതും. ഷിയാസ് പാടിയ മാത്രം പ്രസന്റ് ചെയ്താൽ മാത്രം നന്നാകും എന്ന് പറയുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളുടെ ചില പാട്ടുകളുടെ പഞ്ച് ലൈൻ അതിപ്പം പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ളലുവ കറുത്തലുവ വെളുത്തലുവ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പാടിയില്ലേ? അതില് പെണ്ണ് കാണാൻ വരുന്നവർക്ക് കൊടുക്കും ചിലര് ഹലുവ. അപ്പൊ ഷിയാസാണ് അത് ബദാം ചേർത്ത ഹലുവ, അലുവ തിന്ന് ഷുഗർ കൂടിയാൽ ഉടനെ കൊടുക്കും ഉലുവ. അപ്പൊ അവൻ അത് വറുത്ത് പൊടിച്ച ഉലുവ. മമ്മൂക്ക ഗ്ലാമറായതും മോഹൻലാൽ സൂപ്പറായതും അതെന്തുവാ നീ അലുവ. അപ്പോഴാണ് ഷിയാസ് പൂക്കുട്ടിക്കോസ് കറി കിട്ടുവാൻ കാരണം ഞമ്മടെ ഈ അലുവ. അതേ സൗണ്ട് കിട്ടോ? അപ്പൊ ഷിയാസൊക്കെ തന്നെ പാടണം. അതെ, ഷിയാസ് പാടുമ്പോഴാണ് അത് പൂക്കുട്ടിക്കോസ് കറി കിട്ടും. ആ സൗണ്ട് മാറുന്നത് എങ്ങനെയാണ്? അത് അവന് വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റർ ചെയ്തത്. അത് അവൻ പാടിയാൽ മാത്രമേ നന്നാവുള്ളൂ. അതല്ലാണ്ട് ഞാൻ പാടിച്ചിരിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ പിന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു സാരിയെ കുറിച്ച്, ചുരിദാറിനെ കുറിച്ചൊക്കെ ഒരു അല്ല, അത് കൊച്ചി മിമിക്കാണ്. ചുരിദാറെ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ എഴുതിയാണ്. പഞ്ചാബിൽ നിന്നെത്തിയ ചുരിദാറെ അത് മിമിക്കാണ്. മിമിക്കന്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ്.
മിമിക്രി എഴുതിയ ചുരിദാറേ ചുരിദാറേ പഞ്ചാബിൽ നിന്നെത്തിയ ചുരിദാറേ ഷാളു മടക്കി തോളിൽ പിൻ ചെയ്യുന്ന അഴകുള്ള ഡ്രസ്സാണ് നീ, വനിതകളുടെ മെനയുള്ള ഡ്രസ്സാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട്. ദിലീപേട്ടൻ കലാഭവനിൽ കളിച്ചിട്ടുണ്ട്. നാദർഷിക്ക കലാഭവനിൽ അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല? ഇല്ല. കലാഭവനില് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഞാൻ 6ൽ പഠിക്കുന്ന സമയത്ത് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. പാട്ട് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ. പക്ഷെ പഠിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ഈ സിദ്ദിഖ് ലാൽ, കെ എസ് പ്രസാദ് ഒക്കെ മിമിക്രി അവര് ട്രൂപ്പ് അവിടെ റിഹേഴ്സൽ എടുക്കുന്നൊക്കെ ഞാൻ ജനലിൽ കൂടി പോയി ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. അപ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് കെ എസ് പ്രസാദിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയാണ് എന്നെ ഊട്ടിക്കണത്. കെ എസ് പ്രസാദ് ഇപ്പൊ ബഹ്റൈനിലും വരാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, ക്ലാസ് എടുക്കാനൊക്കെ അദ്ദേഹം വരാറുണ്ട്. അവരെ കേട്ട് പഴയ ആൾക്കാരെ കേട്ട് ഇപ്പോഴും കണക്ഷനിലുണ്ടോ? അവരൊക്കെ നമ്മുടെ സീനിയേഴ്സ് ആണ്. അപ്പൊ അവര് ഞങ്ങള് വന്ന ബാച്ച് എന്ന് പറഞ്ഞാൽ അബി, ദിലീപ്, അങ്ങനെ ഒരു ബാച്ച്. ഞങ്ങളുടെ സെക്കൻഡ് ബാച്ചാണ്. ജയറാമേട്ടനൊക്കെ ഞങ്ങളുടെ സീനിയർ, കലാഭവൻ റഹ്മാനൊക്കെ, സൈനുദ്ദീൻ, അങ്ങനെയുള്ള. പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് അവരായിട്ട് ഒരുമിച്ച് ഷോ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വീഡിയോ കാസറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മാലുണ്ടോ ഇവരൊക്കെ? പിന്നെ മാലുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്, എല്ലാവരും മെമ്പർഷിപ്പ് ഉണ്ട്. ഈ മാല നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഇതുപോലെ മിമിക്രി ഈ ആർട്ടിസ്റ്റുകൾ മാത്രം വെച്ചിട്ടുള്ള സ്റ്റേജ് ഷോസ്? ഒരുപാട് ഷോസ് ചെയ്യുന്നുണ്ട് ചാനൽസിന് വേണ്ടിയിട്ടൊക്കെ. ഫണ്ട് റൈസിങ് ഷോസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് എനിക്ക് തോന്നുന്നു മായ്ക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് നമ്മുടെ മിമിക്രി അസോസിയേഷൻ. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 1 CR അടുത്തുള്ള ഫണ്ട് ഈ മിമിക്രി കളിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അസോസിയേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഈ നിങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ ടെലിവിഷനിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ മാത്രമാണോ, അല്ലെങ്കിൽ ഇതുപോലെ കുറെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ? മിമിക്രി കൊണ്ട് ഉപജീവനമാർഗം നടത്തുന്ന എല്ലാവർക്കും ഇതിനകത്ത്, അതായത് മിമിക്രി പ്രൊഫഷണൽ ആക്കിയിരിക്കുന്നവർക്കാണ് മെമ്പർഷിപ്പ്. പിന്നെ അതിലിപ്പോ സിനിമ ആക്ടേഴ്സ് ഉണ്ട്, ഇപ്പൊ എല്ലാവരും ഇല്ലേ ബാക്കി മിമിക്രി ചെയ്യുന്ന കുറെ ആർട്ടിസ്റ്റുകളല്ലേ? നമുക്ക് ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഷോ ചെയ്താലും, മാക്ട ഷോ ചെയ്താലും, ഫെഫ്ക ഷോ ചെയ്താലും പെർഫോം ചെയ്യാനായിട്ട് ഉള്ളത് മായില ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ്. അപ്പോൾ സ്കിറ്റ് എഴുതി ഉണ്ടാക്കുന്നത് മായില ആൾക്കാരാണ്. ആ സ്കിറ്റ് പെർഫോം ചെയ്യാനായിട്ടാണ് നമ്മള് സീനിയേഴ്സ് ആയിട്ടുള്ള സിനിമ ആക്ടേഴ്സ്, ലാലേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും വരും. പക്ഷെ ഇത് എഴുതുന്നതും അതിന്റെ പിന്നില് ഡയറക്റ്റ് ചെയ്യുന്നതും എല്ലാം ഈ മിമിക്രിയിലുള്ള ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾക്കാണുള്ള സ്റ്റേജ് എക്സ്പീരിയൻസ് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കണം, ഞങ്ങൾക്ക് സ്കിറ്റ് വേണം, പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രോങ് സംഘടനയാണ്. ഷിബു ഉഗ്രനായിട്ട് പാടും. ഷിബു ഇവിടത്തെ ദാസേട്ടനാണ്. അതല്ല നമ്മുടെ മിമിക്രി അസോസിയേഷന്റെ പരിപാടിക്ക് വന്നിട്ട് ഷിബു സ്റ്റേജിൽ കയറി പാടി. അതൊന്നും ഇവിടെ പറയില്ല. ഇവിടെ വേറെ പല കാര്യങ്ങളും പറയും, പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയില്ല. ഇവിടെ ആൾക്കാർ റിക്വസ്റ്റ് അയക്കും, ഇന്ന് കുഞ്ഞു ജനിച്ചു ഒരു പാട്ട് പാടിത്തരൂ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് ഒരു പാട്ട് പാടിത്തരൂ. ഇതിനൊക്കെ പാട്ട് പാടുമ്പോ ഞാൻ ഇവിടെ നോക്കിയിരിക്കാനായിട്ടുണ്ട്. വാക്ക് മാറ്റണ്ട. അല്ല, ഷിബുവും ഷാജോൺ അസാധ്യ സിംഗർ അല്ലേ പാട്ട് തന്നെ. ഇവര് കുടുംബ സമേതം എല്ലാരും പാട്ടല്ലേ, കുറെ കസിൻസ് ഒക്കെ ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരും ഒക്കെ. നാദിർഷാന്റെ ഫാമിലിയും ഫുൾ എനിക്ക് തോന്നുന്നു സിംഗേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? എന്റെ അനിയന്റെ മറ്റേ സമദ്, പിന്നെ ബ്രദറിന്റെ മോൻ സമദിന്റെ മോൻ പാടുന്നുണ്ട്, പിന്നെ ഷൗക്കത്തിന്റെ മകൻ പാടുന്നുണ്ട്. ഈ സാലി എന്ന് പറഞ്ഞ ബ്രദർ, എന്റെ മോൻ ഇപ്പൊ എന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, മറ്റേ ഹീറോയിന്റെ അനിയനായിട്ട്. അത് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് കുഴപ്പമൊന്നും വിചാരിച്ചില്ല, പക്ഷെ രസമൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, അവൻ ചായ കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് വന്നിരിക്കും. ഞാൻ ഡയറക്ടറാണ് പടത്തിന്റെ, പക്ഷെ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് മോനെ ഷോട്ട് റെഡി എന്ന് പറയുകയാണെങ്കിൽ ഈ ചായ കുടിച്ചെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് അവൻ അങ്ങനെയുള്ളത്. ഈ ചായ കുടിച്ചാ ഞാൻ ഇപ്പൊ പകുതി കഴിച്ച മറ്റേ ബിസ്ക്കറ്റ് ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട്. എത്ര വയസ്സുണ്ട് അവനിപ്പോ 4ാം ക്ലാസ്സിൽ. അപ്പൊ ചെറിയ കുട്ടികൾ അവരുടെ ഇന്നസെൻസ് എന്തായാലും കാണിക്കല്ലോ അതിനകത്ത്. എന്താണ് വലിയ സന്തോഷം. ദിലീപേട്ടനും കൂടി വേണ്ടിയിരുന്നു. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും മിണ്ടണ്ടി ഉണ്ടായിരുന്നു അല്ലേ? അവര് കൊണ്ടുപോയിക്കൊള്ളു ഷോ. ദിലീപ് പക്ഷെ ഇന്ന്
ചെന്നൈയിലെത്തിയാണ്. ഓക്കെ ഓക്കെ. എന്താണെങ്കിലും വളരെ ഗംഭീരമായിട്ട് നമ്മളുടെ ദേപുട്ടിന്റെ ഇനോഗ്രേഷൻ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. അയ്യോ ഭയങ്കര ആ സപ്പോർട്ട് ഭയങ്കര, നമുക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളും നമ്മളെ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടത്തിന് എന്ത് നന്ദി പറഞ്ഞാലും തീരാത്ത ഒരു ഇതാണ്. താങ്ക് യു സോ മച്ച് ബഹ്റിൻ. അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ദേപുട്ടിനും വേണം എന്ന് പ്രത്യേകം അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോ സ്റ്റാർട്ടിങ്ങില്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ നമ്മൾ കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മൾ ഹിന്ദി സ്ലോട്ടിലേക്ക് ഇടിച്ചു കയറി, മലയാളം 4 മണി കൊണ്ട് തീരുവാണ്. ഇപ്പൊ ഹിന്ദി സോങ്സും ഒക്കെ പോകേണ്ട ഒരു സമയമാണ്. ബട്ട് സ്റ്റിൽ നമ്മള് ഇങ്ങനെ സെലിബ്രിറ്റീസിനും നമുക്ക് എപ്പോഴും കിട്ടില്ല. കിട്ടുമ്പോൾ നമ്മൾ അവരെ എന്താ പറയുക ഇതുപോലെ ലൈവ് എഫ്എമ്മിൽ കൊണ്ടുവരാറുണ്ട്, അവരുടെ വിശേഷങ്ങൾ അറിയാറുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക്സ് അറിയിക്കുന്നു നമ്മുടെ ലൈവ് എഫ് എം ലിസണേഴ്സിനോട്. എന്തെങ്കിലും പ്രത്യേകിച്ച് ലൈവ് എം 107.2 ലൈവ് ആകൂ, ജീവിതം ലൈവ് ആക്കൂ. ആർജെ ഷിബു മലയിൽ, ആർജെ നൂർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.